അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക സാക്ഷാൽ ഗോഡ് ഓഫ് തണ്ടറായ തോറിന്റെ വെപ്പണായ മ്യോൾനിയർ എടുത്ത് ഉയർത്തിയത് നമ്മളെല്ലാം കണ്ടതാണ്. ആ സമയത്ത് ക്യാപ്റ്റൻ അമേരിക്ക മ്യോൾനിയർ എടുത്ത് ഉയർത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് സ്റ്റീവ് റോജേഴ്സ് മ്യോൾനിയർ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ മ്യോൾനിയർ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നതല്ലാതെ ആ സമയത്ത് മ്യോൾനിയർ എടുത്ത് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു പക്ഷേ തന്റെ സുഹൃത്തായ തോറിന് മ്യോൾനിയറിനോടുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനാകാം ആ സമയത്ത് സ്റ്റീവ് റോജേഴ്സ് മ്യോൾനിയർ എടുത്ത് ഉയർത്താഞ്ഞതെന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് സ്റ്റീവ് റോജേഴ്സിന് മ്യോൾനിയർ എടുത്ത് ഉയർത്താൻ സാധിക്കാത്തതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. അതായത് വാണ്ട മാക്സിമോഫ് അവഞ്ചേഴ്സിനെ അവരുടെ വേസ്റ്റ് ഫിയേഴ്സും വേസ്റ്റ് നൈറ്റ്മെയർസും കാണിക്കുന്നുണ്ടല്ലോ. അതില് സ്റ്റീവ് റോജേഴ്സിന്റെ വേസ്റ്റ് ഫിയറും അദ്ദേഹത്തിന്റെ വേസ്റ്റ് നൈറ്റ്മെയർസും ഒക്കെ എന്താണെന്ന് വെച്ചാല് യുദ്ധമോ പോരാട്ടങ്ങളോ ഒന്നും ഇനി ഉണ്ടാകില്ലേ എന്നായിരുന്നു. യുദ്ധമോ പോരാട്ടങ്ങളോ ഇല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ ഒരു സൂപ്പർ സോൾജറിന്റെ ആവശ്യമേ ഇല്ലല്ലോ. സ്റ്റീവ് റോജേഴ്സിനെ പോലെയാണ് തോറുമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് തന്നെയായാലും എപ്പോഴും യുദ്ധത്തിലോ പോരാട്ടങ്ങളിലോ പങ്കെടുക്കാൻ തോറിന് വല്ലാത്തൊരു താല്പര്യമായിരുന്നു. സമാധാനപരമായ വഴികളിലൂടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തോറ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തോർ എന്ന മൂവിയില് നമ്മുടെ തോറ് അൺവർത്തിയാകാനുള്ള കാര്യവും അത് തന്നെയാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് ഇൻഫിനിറ്റി സ്റ്റോൺസ് കൈക്കലാക്കാൻ വേണ്ടി പാസ്റ്റിലേക്ക് പോയ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് എലവേറ്ററിൽ വെച്ച് ഹൈഡ്ര ഏജന്റ്സിനെ നിഷ്പ്രയാസം ആക്രമിച്ച് തറ പറ്റിക്കാമായിരുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ഇതേ എലവേറ്ററിൽ വെച്ച് അവന്മാരെ എല്ലാം പഞ്ഞിക്കിടുന്ന ഇതേ സീൻ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജറിൽ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് എലവേറ്ററിൽ വെച്ച് ഒരു ഫൈറ്റ് നടത്താതെ ബുദ്ധിപരമായിട്ട് സമാധാനപരമായാണ് അദ്ദേഹം അവരെ നേരിട്ടത്. സോ ഇവിടെ തന്നെ സ്റ്റീവ് റോജേഴ്സിൽ വളരെ വലിയ മാറ്റമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം യുദ്ധവും പോരാട്ടങ്ങളും ഇല്ലെങ്കിൽ താൻ ഒന്നുമല്ല എന്ന് വിചാരിച്ച ക്യാപ്റ്റൻ അമേരിക്ക പോരാട്ടവും യുദ്ധവും എല്ലാം മാറ്റിവെച്ചിട്ട് അദ്ദേഹം സമാധാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. സോ ഇവിടെ തന്നെ സ്റ്റീവ് റോജേഴ്സ് മ്യോൾനിയർ എടുത്ത് ഉയർത്താൻ വർത്തിയാണെന്ന് തെളിയിക്കുന്നുണ്ട്.